ആരാധനാക്രമ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിലെ പ്രത്യേകിച്ച് പരിശുദ്ധ മദ്ബഹായിലെ പ്രതീകങ്ങളെപ്പറ്റിയാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്ബഹായിലെ ത്രോണോസിനെ അലങ്കരിക്കുന്നതായ ചിത്തോല നാം കണ്ടിട്ടുണ്ട്. പട്ടുവസ്ത്രങ്ങൾ കണ്ട് അണിഞ്ഞിരിക്കുന്നതായ ആവരണം ചെയ്തിരിക്കുന്ന ത്രോണോസിനെ ആവരണം ചെയ്തിരിക്കുന്ന ചിത്തോല. ഈ ചിത്തോലയ്ക്ക് സുറിയാനി സഭാപിതാക്കന്മാർ ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 ഖണ്ഡങ്ങളായിട്ടാണ് ചിത്തോല തിരിച്ചിരിക്കുന്നത്. നടുക്കുള്ളതായ ഭാഗം ദൈവപുത്രനെയും ഇടതുവശത്തുള്ളതായ ഭാഗം പിതാവായ ദൈവത്തെയും വലതുവശത്തുള്ളതായ ഭാഗം പരിശുദ്ധ റൂഹായെയുമാണ് സൂചിപ്പിക്കുന്നത്. നടുക്ക് കുരിശും ഇടതുവശത്തും വലതുവശത്തുമായിട്ട് മെഴുകുതിരിക്കാലുകളും പ്രതിദാനം ചെയ്യുന്നതായ തുന്നലായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. 3 നിറങ്ങളാണ്: ചുവപ്പ്, പച്ച, മഞ്ഞ. ഇവയ്ക്കും അർത്ഥമുണ്ട്. ഏകനായ ദൈവം തൃത്വമായി അറിയപ്പെടുന്നതുകൊണ്ടാണ് ചിത്തോല എന്ന ഏക വസ്ത്രം 3 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. 3 ഖണ്ഡങ്ങളിലെയും ഒരേ നിറം പരിശുദ്ധ തൃത്വം ഏകമാണ്, ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്നതിനാണ്. ചിത്തോലയുടെ മറ്റൊരു പ്രതീകമാണ് നമ്മുടെ കർത്താവ് ധരിച്ചിരുന്ന തുന്നലില്ലാതെ നെയ്തുണ്ടാക്കിയതായ അങ്കി. കുരിശുമരണത്തിൻ്റെ സമയത്ത് പടയാളികൾ ഉരിഞ്ഞു മാറ്റുന്നതായ ഈ അങ്കിയെ സൂചിപ്പിക്കാനായിട്ടാണ് ദുഃഖവെള്ളിയാഴ്ച സമയത്ത് ത്രോണോസിൽ നിന്നും ചിത്തോല മാറ്റുന്നത്. ചിത്തോലയിലെ 3 നിറങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ചിത്തോലയിലെ ചുവപ്പ് നിറം പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നു. പച്ച നിറം ഹരിതാഭമായ ഭൂമിയെ സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം ദൈവത്തിൻ്റെ മഹത്വത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചിത്തോലയിലെ ഈ 3 നിറങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ സജീവ അംഗങ്ങൾ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളാൽ അലങ്കൃതരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അവരുടെ ആത്മീയ ജീവിത വളർച്ചയിലെ 3 ഘട്ടങ്ങളെയും ഇവ സൂചിപ്പിക്കുന്നുണ്ട്. ചുവപ്പ് നീതീകരണത്തെയും, പച്ച ശുദ്ധീകരണത്തെയും, മഞ്ഞ മഹത്വീകരണത്തെയും കാണിക്കുന്നു. അതുകൊണ്ട് ദൈവാരാധനയ്ക്ക് സമീപിച്ചിരിക്കുന്നതായ വിശ്വാസി നീതീകരണത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിൽ നിന്ന് മഹത്വീകരണത്തിലേക്കും ക്രമേണ വളരേണ്ടതാകുന്നുവെന്ന് ചിത്തോല നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ത്രോണോസിന്മേൽ ചിത്തോലയുടെ മുകളിലായി ത്രോണോസിൻ്റെ നടുക്കായിട്ട് വിരിച്ചിട്ടിരിക്കുന്നതാണ് വിരിക്കൂട്ടം. 3 നിറങ്ങളാണ്, ചിത്തോല പോലെ തന്നെ 3 നിറങ്ങളാണ് ഈ വിരിക്കൂട്ടത്തിനുമുള്ളത്. വെള്ള, പച്ച, ചുവപ്പ് ഈ നിറങ്ങളാണ്. പകുതി ഭാഗം ത്രോണോസിൻ്റെ മുകളിലായും പകുതി ഭാഗം ചിത്തോലയുടെ മേലെ താഴോട്ടായിട്ടും വിരിച്ചിട്ടിരിക്കുന്നതാണ്. താഴോട്ടുള്ളതായ ഭാഗത്തിൻ്റെ നടുക്ക് 5 ചെറിയ കുരിശുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് കർത്താവിൻ്റെ 5 തിരുമുറിവുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 നിറങ്ങൾക്കും പ്രത്യേകമായ അർത്ഥങ്ങളാണ് ഉള്ളത്. ചുവപ്പ് നിറം ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായ പ്രതിഫലനമായ സകലത്തെയും ഉൾക്കൊള്ളുന്നതായ പ്രപഞ്ചത്തെയാണ് സൂചിപ്പിക്കുന്നത്. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന ഹരിതാഭമായ ഭൂമിയെയാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കപ്പെട്ടവരുടെ സമൂഹമായ വിശുദ്ധ സഭയുടെ പ്രതീകമാണ് വെള്ള നിറം. അതുകൂടാതെ ഒത്തിരിയേറെ അർത്ഥങ്ങൾ സഭാപിതാക്കന്മാർ ഈ വിരിക്കൂട്ടത്തിന് കൊടുക്കുന്നുണ്ട്. അതിൽ ഒരർത്ഥം കുരിശിൽ തൂങ്ങപ്പെട്ടതായ കർത്താവിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ വിരിക്കൂട്ടം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ 33 വയസ്സിനെ സൂചിപ്പിക്കാനായിട്ടാണ് 33 ഇഞ്ച് സമചതുരത്തിലാണ് ഈ വിരിക്കൂട്ടം നിർമ്മിക്കുന്നത്. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങിയെങ്കിലും ഇപ്പോഴും അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ടാണ്
പകുതി ഭാഗം താഴേക്ക് വിരിച്ചിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 നിറങ്ങളുടെയും 3 ഖണ്ഡങ്ങളുടെയും നടുവിലായി കൊടുത്തിരിക്കുന്നതായ മഞ്ഞ നിറത്തിലുള്ളതായ ഈ ബോർഡർ 3 സൈന്യങ്ങളായി പരിഗണിക്കപ്പെടുന്നതായ 9 വൃന്ദം മാലാഖമാരെയും സൂചിപ്പിക്കുന്നുണ്ട്. പ്രപഞ്ചത്തെയും ഭൂമിയെയും സഭയെയും സൂക്ഷിക്കുന്നതായ 3 സൈന്യ വിഭാഗങ്ങളാണ് ഈ മാലാഖമാർ. ദൈവിക മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാണ് മാലാഖമാരുടെ തേജസ് എന്ന് ബോർഡറിൻ്റെ മഞ്ഞ നിറം വ്യക്തമാക്കുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പ്രതീകമാണ് വിശുദ്ധ കുരിശ്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും കുരിശ് മൂലമുണ്ടായതായ രക്ഷയുടെയും പ്രതീകമാണ് വിശുദ്ധ സ്ലീബ അഥവാ കുരിശ്. രക്ഷയെ പ്രദാനം ചെയ്ത കർത്താവിൻ്റെ തന്നെ പ്രതീകമാണ് വിശുദ്ധ കുരിശ്. അഹ്റോൻ്റെ തളിർത്ത വടിയുടെയും ചെങ്കടലിനെ അടിച്ച വടിയുടെയും കൂടി പ്രതീകമായിട്ട് സഭാപിതാക്കന്മാർ കുരിശിനെ വ്യാഖ്യാനിക്കാറുണ്ട്. മലങ്കര സഭയിൽ പുനരുത്ഥാന കുരിശാണ് ഉപയോഗിക്കുന്നത്, അഥവാ ഈസ്റ്റർ ക്രോസാണ് ഉപയോഗിക്കുന്നത്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ലഭ്യമായതായ വിജയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മഹിമപ്രതാപവാനായ രാജാവിൻ്റെ വിജയ പതാകയായിട്ടാണ് വിശുദ്ധ കുരിശിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ വെള്ളിക്കുരിശും സ്വർണ്ണക്കുരിശും നമ്മൾ ഉപയോഗിക്കുന്നത്. മരണത്തിൻ്റെ മേലുള്ള ജീവൻ്റെ വിജയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രകാശമുള്ള കുരിശ് എന്ന് സഭ ഇതിനെ പ്രകീർത്തിക്കുന്നുണ്ട്. ആയതിനാലാണ് എപ്പോഴും ത്രോണോസിന്മേൽ വിശുദ്ധ കുരിശിൻ്റെ മുമ്പാകെ ഒരു തിരി നാം കത്തിച്ച് വെക്കുന്നത്. ഇത് നമസ്കാര സമയത്തും മറ്റ് ശുശ്രൂഷകളിലും വിശുദ്ധ കുർബാനയിലും ചെയ്യാറുള്ളതായ ഒരു കർമ്മമാണ്. മേലെഴുത്ത് പലകയോട് കൂടിയതായ കുരിശാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് കർത്താവിൻ്റെ യാഗപീഠത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ വ്യാപാരത്തെയും അതോടൊപ്പം തന്നെ കുരിശ് മരണത്തെയും അനുസ്മരിക്കുന്ന കുരിശാണ് വിശുദ്ധ കുർബാനയുടെ സമയത്തും അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. പരിശുദ്ധ ദേവാലയത്തിലെ പ്രത്യേകിച്ച് മദ്ബഹായിലെ പ്രധാനപ്പെട്ടതായ പ്രതീകമാണ് തിരശീല അഥവാ മറ. പരിശുദ്ധ മദ്ബഹായെയും കെസ്ത്രോമായും തമ്മിൽ വേർതിരിക്കുന്നതാണ് മറ. ന്യായപ്രമാണപ്രകാരം വിശുദ്ധ സ്ഥലവും മഹാവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുന്നതാണ് തിരശീല. സ്വർഗത്തിനും ഭൂമിക്കും തമ്മിൽ ആകാശവിധാനത്താൽ വേർതിരിവുള്ളതുപോലെ സ്വർഗീയർക്കും ഭൗമികർക്കും തമ്മിൽ വേർതിരിവുണ്ടെന്ന് മറ സൂചിപ്പിക്കുന്നുണ്ട്. തിരശീലയ്ക്കപ്പുറത്ത് മഹാപുരോഹിതനായ ക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി മധ്യസ്ഥ ബലി നിർവഹിക്കുന്നത് പോലെ തിരശീലയ്ക്കപ്പുറത്ത് മദ്ബഹായിൽ തിരുസഭയിലെ പുരോഹിതർ ഒരുമിച്ച് വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ യാചനകൾ നടത്തുന്നു. ജനങ്ങൾ ഭൂമിയെ കുറിക്കുന്ന ഹൈക്കലായാലും ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളായ ആചാര്യന്മാർ തിരശീലയ്ക്കുള്ളിൽ സ്വർഗത്തെ സൂചിപ്പിക്കുന്ന മദ്ബഹായിലും നിന്നുകൊണ്ട് ദൈവാരാധന നടത്തുന്നു. തിരശീലയ്ക്കുള്ളിൽ നിന്ന് പുരോഹിതർ സ്വർഗവാസികളെ ക്ഷണിക്കുകയാണ്. പിന്നീട് മറ നീക്കി ഭൂവാസികളായ ഹൈക്കലായിലുള്ളവരെ കൂടി യോജിപ്പിച്ച് ഇരു കൂട്ടരും കൂടി ദൈവാരാധന നടത്തുന്നു. ഒരു വിധത്തിൽ ഹൈക്കലായിൽ നിൽക്കുന്ന ആരാധകരായ ഭൂവാസികളെ വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യാരാധനയാൽ സ്വർഗവാസികളാക്കി തീർക്കുക. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നിരിക്കുന്ന മനുഷ്യൻ പാപാവസ്ഥയിൽ നിന്ന് നീതീകരണം മൂലം വിശുദ്ധിയിലേക്കും വിശുദ്ധിയിൽ നിന്ന് ഉപരിവിശുദ്ധിയിലേക്കും തേജസ്കരണത്തിലേക്കും വളരണമെന്ന് ദേവാലയത്തിലെ മറ സൂചിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലും മറ്റ് ശുശ്രൂഷകളും പ്രധാനമായും ഉപയോഗിക്കുന്നതാണ് ധൂപക്കുറ്റി. ധൂപാർപ്പണം നടത്താത്തതായ ശുശ്രൂഷകൾ വളരെ ചുരുക്കമാണ്. ഈ ധൂപാർപ്പണത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി ഒരല്പം നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരമാണ്: അവിടുന്ന് നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. പാപത്തിൻ്റെ ദുർഗന്ധം അകറ്റുവാൻ അവൻ സുഗന്ധധൂപമായി അർപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ പരമയാഗവുമായി
അഭേദ്യമായി ബന്ധപ്പെട്ടതാണ് ധൂപകലശം എന്ന് പറയുന്നത്. ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്നതായ സുഗന്ധം നമ്മുടെ കർത്താവിൻ്റെ ബലിയാണ്, അവിടുത്തെ യാഗത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. ദിവനാസ്യസ് ബർസലീബി പറയുന്നത് ഇപ്രകാരമാണ്: മദ്ബഹായിൽ ധൂപാർപ്പണം നടത്തിയതിന് ശേഷം ജനത്തിൻ്റെ നേരെ തിരിഞ്ഞ് വീശിയിട്ട് വീണ്ടും പ്രധാന ശുശ്രൂഷകൻ തിരികെ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് സ്വന്തം പിതാവിൽ നിന്ന് അനേകം നിധികൾ നമുക്ക് പ്രദാനം ചെയ്ത ശേഷം സ്വയം സൗരഭ്യയാഗമായി അർപ്പിച്ചിട്ട് കരേറിപ്പോയ ക്രിസ്തുവിൻ്റെ പ്രതീകമാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. മേഘത്തിൽ പ്രത്യക്ഷമായ ദൈവസാന്നിധ്യത്തിൻ്റെയും നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നതിൻ്റെയും പ്രതീകമാണ് ധൂപാർപ്പണം. കൂടാതെ ശുദ്ധീകരണത്തിൻ്റെതായ ഒരർത്ഥവും ഈ ധൂപാർപ്പണത്തിനുള്ളത്. ധൂപക്കുറ്റിയുടെ ചങ്ങലകളിൽ ഒന്ന് പിതാവിനെയും 2 പുത്രനായ ദൈവത്തെയും, അവിടുത്തെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും, 4 പരിശുദ്ധ റൂഹായെയും, കീഴ്ത്തട്ട് ഭൂമിയെയും മേൽത്തട്ട് ആകാശത്തെയും, അതിലെ കരി പാപത്തെയും, അഗ്നി ദൈവപുത്രനെയും ആണ് പ്രതിനിധാനം ചെയ്യുന്നത്. ധൂപക്കുറ്റിയിലെ 12 മണികൾ ശ്ലീഹന്മാരെയും ചങ്ങലകളിലുള്ളതായ 72 കണ്ണികൾ അറിയിപ്പുകാരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് അവിഭാജ്യമായ ഘടകമാണ് മെഴുകുതിരികൾ. പ്രകാശമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ത്രോണോസിന്മേൽ 3 തിരികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നടുക്ക് കുരിശിന് അഭിമുഖമായിട്ട് ഒരു തിരി. ആ തിരി പിതാവായ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. വടക്ക് വശത്തുള്ളതായ തിരി പുത്രനായ ദൈവത്തെയും തെക്ക് വശത്തുള്ളതായ തിരി പരിശുദ്ധ റൂഹായെയുമാണ് സൂചിപ്പിക്കുന്നത്. പുത്രൻ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാകിയാൽ പിതാവിൻ്റെ പ്രതീകമായ മധ്യഭാഗത്തുള്ള തിരിയിൽ നിന്ന് പുത്രൻ്റെ പ്രതീകമായ വടക്ക് വശത്തുള്ളതായ തിരിയാണ് കത്തിക്കുന്നത്. തുടർന്ന് പരിശുദ്ധ റൂഹായുടെ പ്രതീകമായ ഇടതുവശത്തെ തിരിയുമാണ് കത്തിക്കുന്നത്. ഇതിന് ശേഷമാണ് ബാക്കി തിരികൾ കത്തിക്കുന്നത്. മദ്ബഹായിൽ കത്തിക്കുന്നതായ തിരികളുടെ എണ്ണം 12, 3, 5, 7 എന്നീ ക്രമത്തിലാണ്. 12 തിരികൾ ശ്ലീഹന്മാരെയും 7 തിരികൾ പരിശുദ്ധ കൂദാശകളെയുമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിലും മറ്റ് കൂദാശകളിലും പെരുന്നാളിലും എല്ലാം ഉപയോഗിക്കുന്ന മറ്റൊരു പ്രതീകമാണ് മർബഹാസ. മാലാഖമാരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് മർബഹാസകൾ. വിശറി പോലുള്ളതായ ഇത് സ്രോപ്പേ മാലാഖമാരുടെ ചിറകുകളെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത്. മാലാഖമാരുടെ രൂപം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതും ചുറ്റും ചെറുമണികൾ ഘടിപ്പിച്ചിട്ടുള്ളതുമായ വൃത്താകൃതിയിലുള്ളതായ തകിടാണ് മർബഹാസ.